ഹലോ. അപ്പോൾ അങ്ങനെ ബൈക്കൊക്കെ കിട്ടിയിട്ടാണ് ബൈക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വർഷത്തോളമായി നമ്മളെ ബൈക്കൊക്കെ കേടായിട്ട്. എന്താ പറയുക, നമ്മൾ ഇത്രയും വഴി നടക്കണതും പിന്നെ ശ്രീകുട്ടൻ ജോലിക്ക് പോയപ്പോൾ നിവൃത്തിയില്ലാണ്ടായപ്പോഴാണ് ബൈക്ക് എടുക്കാമെന്ന് വെച്ചാൽ തലമുടി ചട്ടിതല വലിക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഒരു വിശേഷം പറയാനുള്ളതെന്ന് വെച്ചാൽ +2ൻ്റെ റിസൾട്ടൊക്കെ വന്നില്ലേ. എല്ലാവരും മക്കളൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി അതിനെപ്പറ്റി ആലോചിക്കാനും പിന്നെ എന്തൊക്കെ ചെയ്യണമെന്നും ഒരു ഐഡിയ കുറവുള്ളവരും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. നമ്മൾ ശ്രീകുട്ടൻ്റെ കാര്യത്തിൽ കുറേ അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ഇനി അടുത്ത എന്ത് കോഴ്സ് എടുക്കണം, ഉദാഹരണത്തിന് ഇപ്പോൾ മെഡിക്കലോ പാരാമെഡിക്കലോ BSc കോഴ്സുകളോ അല്ലെങ്കിൽ ഇപ്പോൾ മാനേജ്മെൻറ്റ് കോഴ്സുകൾ, അങ്ങനെ എന്ത് കോഴ്സ് വേണമെങ്കിലും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംശയം ചോദിക്കാനും അഡ്മിഷൻ എടുക്കാനും എല്ലാത്തിനും പറ്റിയൊരു ഫോൺ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അഡ്മിഷൻ എടുക്കണ്ട എന്നുണ്ടെങ്കിൽ കൂടി ഒന്ന് വിളിച്ച് അന്വേഷിക്കണം എന്ന് വിചാരിക്കണവരും ഒന്ന് വിളിച്ചോ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ജോലിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ മറക്കണ്ട, ഫോൺ നമ്പറിലൊന്ന് വിളിച്ച് നോക്കിയിട്ട് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഫോൺ നമ്പറിലൊന്ന് വിളിച്ച് നോക്കുക, എന്നിട്ട് സംസാരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രീവരി ഹോണ്ട എന്നാണ് കേട്ടോ അടുത്തത്, ഹോണ്ട SP 125. അപ്പോൾ 2 ദിവസം മുന്നേ തന്നെ ശ്രീകുട്ടൻ പോയി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമുക്കങ്ങനെ പോകാൻ എന്നും ജോലിക്ക് പോകല്ലേ, പോകാനും അന്വേഷിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ശ്രീകുട്ടനാണ് എൻ്റെ ആധാർ കാർഡും ഇതൊക്കെ കൊണ്ട് എന്നെ അന്വേഷിച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്തത് കേട്ടോ. എന്നിട്ട് ഒരുവിധം കാര്യങ്ങൾ സെറ്റായതിന് ശേഷമാണ് ഞാനും ചേട്ടനും പോയി നോക്കിയത്. ഞാനവിടെ ഇരിക്കുന്നുണ്ട്, ചേട്ടൻ പക്ഷേ വണ്ടിയൊക്കെ നോക്കി ഓരോരുത്തരോടൊക്കെ വർത്താനം പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ പിന്നെ അന്ന് പോയി അങ്ങനെ എല്ലാം റെഡിയാക്കി വന്നു. പിന്നെ നമ്മൾ ഫോണിലാണല്ലോ പിന്നെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. അങ്ങനെ റെഡിയായി വന്നു. ഒരു ദിവസം അങ്ങനെ തിങ്കളാഴ്ച ഒരു 5 മണിയായപ്പോൾ വിളിച്ചു, ഒരു 6:30-ക്കുള്ളിൽ എത്തിയാൽ മതി, അപ്പോൾ വണ്ടി തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ എന്ന് നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടല്ലേ. ഇവിടെ ചേട്ടൻ്റെ വണ്ടി വാങ്ങിച്ചിട്ടാണ് ശ്രീകുട്ടനെ കൊണ്ടുവന്നിരുന്നത്. 9 മണിക്കാണ് അവന് ജോലി കഴിയുന്നത്. അപ്പോൾ അവന് താൽക്കാലിക ജോലി മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് ഇതൊരു ജോലിയായിട്ട് സ്വീകരിച്ചിട്ടൊന്നല്ല. ഇപ്പോൾ നമുക്ക് ഒരിടയ്ക്ക് കുറച്ച് പൈസ കിട്ടും, വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ ജോലിക്ക് പോണത്. ഇത് കഴിഞ്ഞ് അവൻ വീണ്ടും പഠിക്കാൻ പോകും കേട്ടോ. അങ്ങനെ വണ്ടി കിട്ടി. ആദ്യം ഇങ്ങനെ വണ്ടി മേടിക്കേണ്ട കാര്യമൊക്കെ പറയുമ്പോൾ ചേട്ടന് ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ എത്തി ഇത് നമ്മുടെ കയ്യിലേക്ക് കിട്ടും എന്നായപ്പോൾ എൻ്റെ പൊന്നി എന്നെ കൊണ്ടുവരാണ്ട് പോരാവോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അത്രയും തിക്കും തിരക്കാണ് അവിടെ കിടന്ന് കാട്ടി നന്നായിരുന്നത്. അപ്പോൾ ഹെൽമെറ്റിൻ്റെ വലുപ്പവും അങ്ങനത്തെ കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്ക് കൂടെ കിട്ടുന്നത്, ഇതൊക്കെയാണ് ചേട്ടൻ്റെ പിന്നാലെ നടന്ന് ചോദിക്കുന്നതും സംസാരിക്കുന്നതും കേട്ടോ. എനിക്ക് പിന്നെ അവിടെ ചെന്നിട്ട് വലിയ റോളൊന്നുമില്ല, ഇതിനെപ്പറ്റി വലിയ സംസാരിക്കാറുള്ള അറിവും എനിക്കില്ല. അത് കാരണം കൊണ്ട് ഞാൻ മിണ്ടാണ്ട് അവിടെ ഒരു സോഫയിൽ ഇരിക്കുകയായിരുന്നു. ചേട്ടൻ്റെ ചോദിക്കലും പറയലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. പിന്നെ താക്കോല് പിടിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ഞാൻ ആദ്യം വരണ്ടാന്ന് വെച്ചാൽ പിന്നെ അവർ നിർബന്ധിച്ച് ഞാൻ ചെന്നു. പക്ഷെ ഫോട്ടോ ഒന്നും അത്ര നന്നായില്ല കേട്ടോ. ഞാൻ ഇത്തിരി പ്രായമായ ചേട്ടനായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ചെറുപ്പം പിള്ളേരൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു തെളിച്ചം കുറവ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഫോട്ടോ അത് ലൈറ്റില്ലാണ്ട് എന്താണെന്നറിയില്ല, ഫോട്ടോ എനിക്ക് അത്ര ഇഷ്ടമൊന്നും ആയില്ല. പിന്നെ നമ്മുടെ ഭംഗിയിലെ ഫോട്ടോയ്ക്ക് കിട്ടുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനത്തെ ആൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെന്തോ ഗിയറിടുന്നതും അങ്ങനത്തെയൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ കുറച്ച്. പക്ഷേ ചേട്ടന് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വണ്ടി ഓടിച്ച് ശീലമുണ്ടല്ലോ, ഗിയർ വ്യത്യാസം ഉണ്ടായാലൊന്നും. ഞാൻ പറയേണ്ടതൊക്കെ ശരിയാണെന്ന് എനിക്കറിയില്ല. സാധാരണ വണ്ടി ഓടിക്കുന്നേക്കാൾ ഇത്തിരി പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കയറിയിരുന്ന് ചേട്ടൻ വേഗം പോണ്, ഇനി എന്നെ കൊണ്ടുപോകാണ്ട് പോയെങ്കിലും ഒന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കയറി ഞങ്ങൾ 2 പേരും പോന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ അവിടെ നിന്നോ, നമ്മുടെ ശ്രീകുട്ടനെയും കൊണ്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിലും ഫസ്റ്റത്തെ ട്രിപ്പല്ലേ, അപ്പോൾ 2 ആൾക്കും കൂടി വീട്ടിൽ പോയി എന്നിട്ട് തിരിച്ച് വന്നിട്ട് ശ്രീകുട്ടനെ കൊണ്ടുവരണുള്ളൂ, ആദ്യത്തെ ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി വീട്ടിൽ പോന്നു കേട്ടോ. അവിടെ എത്തി. ഇത് ചേട്ടൻ്റെ ചേട്ടാ. അപ്പോൾ വണ്ടി കാണാൻ വന്നതാണ്. വണ്ടി എടുത്ത് അത് കഴിഞ്ഞ് ഓടിപ്പിച്ചൊക്കെ നോക്കി. എല്ലാവരും അങ്ങനെയല്ല, ആണുങ്ങൾ കുറേ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒരു പുതിയ വണ്ടി കഴിഞ്ഞ് ഒന്ന് ഓടിപ്പിച്ച് നോക്കണം, അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ചേട്ടനായാലും ശ്രീകുട്ടനായാലും ഇനിയിപ്പോൾ എൻ്റെ ആങ്ങളയായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. വണ്ടിയൊക്കെ കാണുമ്പോൾ അങ്ങനെ ഓടിച്ചൊക്കെ നോക്കി നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു വെച്ചു. പിന്നെ ശ്രീകുട്ടൻ ആ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് ശ്രീകുട്ടനെ കൊണ്ടുവരാനായിട്ട് ചേട്ടൻ കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ്റെ ആഗ്രഹങ്ങളിൽ ഫസ്റ്റ് ആഗ്രഹം എന്ന് പറയാം ഇത്. വണ്ടി ഓടിപ്പിക്കുമ്പോൾ
നല്ല സുഖം കൊണ്ടിരിക്കുക. നമ്മൾ ചക്കടക്കട വണ്ടിമല്ലേ ഇരുന്നിട്ടുള്ളോ? ഒക്കെ ഈ പഴയ വണ്ടിയല്ലായിരുന്നു നമുക്ക്. പെല്ലിശൻ്റെ വണ്ടിയൊക്കെ സുഖമുണ്ട്. ഷോറൂമിൽ അവൻ ഈ വണ്ടിയല്ല ശ്രദ്ധിച്ചത്. നല്ല ഗുമ്മുണ്ട്. അയാൾ അയച്ചിട്ടില്ല. അയാൾ എടുത്ത വീഡിയോ ഫോട്ടോ ഒന്നും അയച്ചിട്ടില്ല. ഹെൽമെറ്റ് എങ്ങനെയുണ്ടാ? അടിപൊളിയല്ലേ? നീ ഇപ്പൊ ഓഫ് ആക്കില്ലോ? ആ അതങ്ങനെ ഇപ്പോഴത്തെ വണ്ടികൾക്കൊക്കെ, പുതിയ വണ്ടികൾക്കൊക്കെ അങ്ങനെയാ. ഞങ്ങൾ ബിസി ആട്ടാ, ഞങ്ങൾ പോട്ടെ. അപ്പൊ ആദ്യത്തിനെ വെച്ച് കുറച്ച് ദൂരം ഒന്ന് പോയിട്ട് വരാന്ന് വെച്ചിട്ട് ഓടിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് അങ്ങനെ വെക്കാൻ തോന്നില്ല. സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അപ്പൊ ശ്രീകുട്ട അങ്ങനെ ഒരുവിധം ചെറുപ്പത്തിൽ തുടങ്ങി തന്നെ വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടി ഓടിക്കാനൊക്കെ നന്നായിട്ട് അറിയാട്ടോ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവർക്ക് രണ്ടാളും കൂടിയും പോയി. എന്നാലും നമുക്കൊരു പേടിയൊക്കെ തന്നെയാണ്. രാത്രിയാണല്ലോ പോണത്. എത്ര ഓടിച്ച് ശീലമുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളാകുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടി ഉണ്ടാവും. എന്നാലും പിന്നെ അതൊന്നും സമ്മതിച്ചു കൊടുക്കാണ്ട് നിവൃത്തില്ലല്ലോ. പുതിയ വണ്ടി എടുത്തിട്ടൊന്ന് ഓടിച്ച് നോക്കണം എന്ന് പറയുന്നത് വലിയൊരു തെറ്റൊന്നുമല്ലല്ലോ. അപ്പം അങ്ങനെ രണ്ടുപേരും കൂടി കുറച്ച് ദൂരം ഒന്ന് പോയി വന്നു. പിന്നെ ഇത് ചേട്ടൻ്റെ മക്കളാണ്, മൂത്തേട്ടൻ്റെ മക്കള്. അപ്പോൾ അവർക്ക് ക്യാമറ അത്ര ഇഷ്ടമൊന്നുമില്ല. എന്നാലും ഞാൻ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു വന്നു മാത്രം. അങ്ങനെ സന്തോഷമായിട്ടാ എല്ലാവർക്കും. നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ, ഒരു പുതിയ സാധനം വാങ്ങിക്കുമ്പോൾ പറഞ്ഞ് അങ്ങോട്ട് പോറാക്കിയില്ല ഞാൻ. അങ്ങനെ ഇനി ഇപ്പോൾ ആ വിശേഷം കഴിഞ്ഞു. അതാ ഇനി പിറ്റേ ദിവസം ചേട്ടന് നമ്മുടെ ഓട്ടപ്രാന്തി നിന്നു. എന്നും നേരം വെളുക്കുമ്പോൾ ഓട്ടമാണ് കേട്ടോ ചേട്ടന്. ഇന്ന് തുടങ്ങി. അങ്ങനെ ചേട്ടൻ രാവിലെ കൊണ്ടുപോകണം, വൈകുന്നേരം ശ്രീകുട്ടിനെയും കൊണ്ടുവരും. അങ്ങനെയാണ് കേട്ടോ. ശ്രീകുട്ടി കൊടുത്തയച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ചേട്ടൻ പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും വണ്ടി കണ്ടിട്ടില്ല എന്ന് തന്നെ പറയുന്നതായിരിക്കും ഒരു ചുരുക്കം. എന്താ പറയുക, രാവിലെ നേരത്തെ ചേട്ടൻ പോകും, അതുപോലെ വൈകുന്നേരം നേരെ വീട്ടിലല്ല അവർ വരിക. പിന്നെ ഇത് അന്ന് വൈകുന്നേരത്തെ ഒരു വിശേഷമാണ് കേട്ടോ. നല്ല മഴക്കാരുണ്ട്, റോസ് കളർ നമ്മുടെ അന്തരീക്ഷമൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പം മഴ പെയ്യുന്നുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ ചൂടിന് ഒരു കുറവുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഒരു സർബത്ത് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യത്തെ പകൽ തന്നെ ഉണ്ടാക്കി കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതാ പഞ്ചസാര ഇട്ട് നാരങ്ങ വെറുതെ ഫ്രഷ് ലൈം പോലെ തന്നെ, പക്ഷേ പുതിനയ്ക്ക് പകരം നന്നാറി സർബത്ത് ഒഴിച്ചു കേട്ടോ. പക്ഷേ പുതിന തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. ഇതിൽ നമ്മൾ സർബത്തൊക്കെ സോഡയൊക്കെ ഒഴിക്കുമ്പോൾ നന്നാറിയാണ് ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ കൂടി ഇതിനെനിക്ക് തോന്നി പുതിന തന്നെ ഇടുന്നതായിരുന്നു കുറച്ചും കൂടി ടേസ്റ്റ് എന്ന്. അപ്പോൾ ആദ്യം പഞ്ചസാരയും നാരങ്ങയും കൂടി നന്നായിട്ട് അലിയുന്ന വരെ അടിക്കുക. അത് കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളം, ആ തണുത്ത വെള്ളം അല്ലെങ്കിൽ കുറച്ച് ഐസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക, ഒന്ന് പതയണ വരെ കേട്ടോ. എന്നിട്ട് അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഞാൻ പെട്ടെന്ന് വിട്ടുപോയത് കാരണം കുടിച്ചപ്പോൾ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് ഐസും കസ്കസും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ കൂട്ടുകാരൊന്നും ഉണ്ടാക്കി നോക്കിയോളാം ഇതുപോലെയൊക്കെ. ഫ്രഷ് ലൈം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെയായാലും ഒരു 20 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ. പക്ഷേ നമ്മുടെ വീട്ടിൽ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇത്രയും ചൂടുള്ളപ്പോഴൊക്കൊന്നൊരു ഗ്ലാസ് ഉണ്ടാക്കി കുടിക്കണോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അതാ 2 മാങ്ങ ഉണ്ടായിരുന്നു, അതൊന്ന് ചെത്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിള്ളേർക്ക് പിന്നെ കുറച്ച് ആദ്യത്തെയും കഴിച്ചോളും പകലൊക്കെ വീണ് കിട്ടുമ്പോൾ. ശ്രീകുട്ടന് പിന്നെ ഞാൻ വന്നു കഴിയുമ്പോൾ ചെത്തിങ്ങാട്ട് ഒരു പാത്രത്തിലാക്കി കൊടുക്കുമ്പോൾ പിന്നെ അത് കഴിച്ചോളും. അങ്ങനെ അപ്പോൾ ഞാൻ നല്ല കാറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു കാറ്റും ഇല്ല. അപ്പോൾ പിന്നെ വീണ്ടും അകത്ത് തന്നെ പോയി ഫാൻ ഇട്ടിട്ട് ഇരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നല്ല പുഴുക്കല്ല. ആ വെള്ളം കുടിച്ചപ്പോൾ നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ. തണുത്ത നമ്മുടെ ലെമൺ ജ്യൂസ് കുടിച്ചപ്പോൾ. അങ്ങനെ ഒരു മാങ്ങയും ചെത്തി കഴിച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ. നല്ല അടിപൊളിയായി. പക്ഷെ കറണ്ട് ഇത് നേരം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. നല്ല സൂപ്പർ മഴയാണ്. ഇന്നാളെ ഒരു മഴ കിട്ടി. ആകെ ഒരു വേനൽ മഴ എന്ന് പറയുന്നത് ആകെ ഒരെണ്ണം ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2ാമത്തെ മഴയാണ്. പക്ഷേ ടൗണിലേക്കൊന്നും ഈ മഴ പെയ്തിട്ടില്ല എന്ന് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അവർ ഈ നേരത്തെ ടൗണിലാണല്ലോ, ഞാൻ വീടെത്തിയെന്നുള്ളൂ. പക്ഷേ നമ്മുടെ വെട്ടുകാലത്ത് നല്ല സൂപ്പർ മഴയും പെയ്തു, അത്യാവശ്യം കാറ്റും. അത്യാവശ്യം ഇന്നത്തെ ഒരു ദിവസം കിടന്നുറങ്ങാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചോറ് തിളപ്പിച്ച്, ചോറിന് ഇത്തിരി അരിയിട്ടത് കൂടിപ്പോയി. കുറച്ചധികം ചോറുണ്ടായിരുന്നു. ഇനി നാളത്തേക്കും കൂടി അത് തിളപ്പിക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് നല്ലോണം തിളപ്പിച്ച് ഊറ്റിയെടുത്തു.
പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് കൊണ്ടാട്ടമുളക് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യത്തെ അമ്മായിരോടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മായിരോടിക്ക് എന്ന് പറഞ്ഞാൽ നാത്തൂൻ്റെ ഓടിക്ക് കേട്ടോ. അവർ 2 ദിവസം നിൽക്കാൻ പോയ എക്സിബിഷനൊക്കെ കണ്ടിട്ടൊക്കെ വന്നത്. ആദ്യത്തിനും ചേച്ചിമാരും എല്ലാവരും കൂടി പോയിട്ട് ശ്രീകുട്ടൻ മാത്രം പോയില്ല, അവൻ ജോലിക്ക് പോയല്ല. അത് കാരണം കൊണ്ട് എന്നിട്ട് അപ്പോൾ ആ കൊണ്ടാട്ടം അവിടെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ അമ്മായിയോട് ചോദിച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് വറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് മാത്രമായിട്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു പുളിവെള്ളം എന്ന് പറയാം. ഇത് അമ്മ തലവേദനയൊക്കെ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കണ ഒരു കറിയാണ് കേട്ടോ. എൻ്റെ അവിടെ ഈ പുളിവെള്ളമാണ് അമ്മ ഉണ്ടാക്കുക. ഇവിടെ പക്ഷേ രസമാണ് ഉണ്ടാക്കുക കേട്ടോ. പക്ഷേ ഇന്ന് മല്ലിയിലില്ല രസം വെക്കാനായിട്ട്. അപ്പോൾ പിന്നെ രസം വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പച്ചമുളകും കറിവേപ്പിലും ഇട്ടു. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഇത്തിരി കൂടുതലിടുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അത് നന്നായിട്ടൊന്ന് വാട്ടുക. പക്ഷെ അമ്മ വയ്ക്കുമ്പോൾ ഇങ്ങനെ വാട്ടലൊന്നുമില്ല, എല്ലാതും വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പുളിവെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് അങ്ങോട്ട് തിളപ്പിക്കുള്ളൂ. ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തു. അമ്മ അതൊന്നും വഴറ്റില്ല, എല്ലാം പുളിവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ലാസ്റ്റ് കടുക് പൊട്ടിച്ച് ചേർക്കാണ് അമ്മ ചെയ്യുക. പക്ഷേ ഇപ്പോൾ എല്ലാവരും തിരിച്ച മാറ്റങ്ങളൊക്കെ വരുത്തില്ലേ, അതുകൊണ്ട് ഞാനും മാറ്റം വരുത്തി. അങ്ങനെതാ. അപ്പോൾ നമുക്കൊരു മീൻ വറുത്തതോ ഒരു മുട്ട വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ മീൻ വറുത്തതാണ് ഏറ്റവും ടേസ്റ്റ്. ഉണക്കമീനാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഇതിൻ്റെ കൂടെ. അല്ല ഒരു ചാള വറുത്തതോ ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു ദിവസം കൊണ്ടാട്ടമുളക് ഉണ്ട്, പിന്നെ മുട്ടയാണ് വറുത്തത്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടതല്ല, വിട്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, കറണ്ട് പോയി. അതുകൊണ്ടാണ് മെയിൻ ഈ ഒരു ടൈമിലൊക്കെ കറണ്ട് പോയി. അവിടെ ഇരുന്നോ മഴയടാ, ഇവിടെ ഇരുന്നോ, പേടിക്കണ്ട, അവിടെ ഇരുന്നോട്ടാ. അപ്പം ഞാൻ അത് അടപ്പത്ത് വെച്ചിട്ട് കറണ്ട് പോലും വരലൊക്കെ ഉണ്ട്, വേഗം മോട്ടർ അടിച്ച് ഇട്ടതാണ് കേട്ടോ. എന്നുവെച്ചാൽ വെള്ളം ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അത് തിളപ്പിച്ച് ഓഫ് ചെയ്ത് പിന്നെ ഞാൻ അതിന് ചോറുണ്ടു. പിന്നെ പിള്ളേർക്ക് സോയ ഉണ്ടാക്കി, പിന്നെ മുട്ടയും കൂടിയും പൊരിച്ചു. ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് ദിവസമായിരുന്നു ഈ ഒരു വൈകുന്നേരം എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് എഡിറ്റിംഗ് കൂടിയുള്ളത് കാരണം അത്യാവശ്യം ജോലികളുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ.